أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1520 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 36ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലെ 18-19 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم. قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون. صدق الله العلي العظيم. സൂറത്ത് യാസീനിലെ 18-19 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് യാസീന്റെ രണ്ടാമത്തെ ഭാഗം വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്തി ഇദ് ജാഅഹൽ മുർസലൂൻ എന്ന് തുടങ്ങുന്ന ഒരു നാട്ടിലെ ആളുകളെ പരാമർശിച്ചുകൊണ്ട് അവരിലേക്ക് അള്ളാഹു 3 ദൂതന്മാരെ, ആദ്യം 2 പേരെയും പിന്നെ അവരെ തുടർന്ന് മൂന്നാമതൊരാളെയും ദൂതനായി നിയോഗിച്ച സന്ദർഭത്തില് ആ നാട്ടുകാര് അതിനോട് പ്രതികരിച്ച രീതി എന്തായിരുന്നു എന്നത് വിശദമാക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് അള്ളാഹു ഈ രണ്ടാമത്തെ ഭാഗത്ത് വിവരിക്കുന്നത്. സൂറത്ത് യാസീന്റെ തുടക്ക ഭാഗത്തില് മക്കയിലെ പ്രബോധിത സമൂഹത്തെ പരാമർശിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ അള്ളാഹു വ്യക്തമാക്കിയത് നമ്മൾ കാണുകയുണ്ടായി. അതിനെ തുടർന്ന് അവരെ തന്നെ ചില ചരിത്ര സംഭവങ്ങൾ കേൾപ്പിക്കുകയാണ്. ഈ കഥാകഥനത്തില് പരാമർശിക്കപ്പെടുന്ന ഖറിയ അത് മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്തെ ഏതൊരു പട്ടണമാണ്, സിറിയയിലെ അന്തോക്കിയയാണ് എന്നൊക്കെയുള്ള വിധത്തില് വിശദീകരണങ്ങൾ നൽകപ്പെടുന്നത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. പക്ഷെ ചരിത്ര വസ്തുതകളുമായിട്ട് അത്തരം വിവരണങ്ങൾ യോജിക്കുന്നില്ല, സംഘർഷപ്പെടുന്നു എന്നതിനാൽ ആ സ്ഥലം ഏതാണ്, നാട് ഏതാണ് എന്നതിനെ ഈ അനുമാനങ്ങൾ വെച്ചുകൊണ്ട് ഉയർത്തി കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആ പട്ടണം അല്ലെങ്കിൽ ആ നാട് എവിടെ തന്നെയാണെങ്കിലും അതല്ല ഈ വിവരണത്തിന്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന കാര്യം. ഈ സംഭവങ്ങൾ വിവരിക്കപ്പെടുന്നതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്, ഒരു വിലയിരുത്തലും ഒരു പ്രമേയവും ഒക്കെ ഈ ചരിത്ര സംഭവം വിവരിക്കുന്നതിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഖുർആന്റെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത്. അത് ഏത് വൻകരയിലായിരുന്നാലും ഏത് ഭൂഖണ്ഡത്തിലായിരുന്നാലും
ഏത് നാട്ടിലായിരുന്നാലും ആ നാടിന് ഇന്ന് ഏത് പേരോ മേൽവിലാസമോ ആണ് ഉള്ളതെങ്കിൽ പോലും അതൊന്നും ഈ കഥാകഥനത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളാനോ അതിന്റെ സാരം ഉൾക്കൊള്ളാനോ നമുക്ക് ആവശ്യമായ ഘടകങ്ങളല്ല എന്നത് തിരിച്ചറിയാൻ സാധിക്കും. ഈ കഥാകഥനത്തിന്റെ ആദ്യത്തെ ഏതാനും ആയത്തുകൾ നമ്മൾ ഇതിനകം പഠന വിധേയമാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് 18-19 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ഈ രണ്ടായത്തുകളുടെ സാരം വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഖാലു, നാട്ടുകാര് പ്രതികരണമായിട്ട് ഈ 3 ദൂതന്മാരോടായിട്ട് പറയുന്ന കാര്യമാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്. 2 ദൂതന്മാരെ ആദ്യം അയക്കുകയും എന്നിട്ട് അവരെ നാട്ടുകാര് തള്ളിക്കളഞ്ഞപ്പോ മൂന്നാമത് ഒരാളെ കൂടി അയച്ച് അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെല്ലാവരും ചേർന്ന് ഇന്നാ ഇലൈക്കും മുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള ദൈവനിയുക്തരായ ദൂതന്മാരാണ് എന്ന് പറയുകയും ചെയ്ത ആ സന്ദർഭം, ആ ഘട്ടത്തിൽ നാട്ടുകാരുടെ പ്രതികരണം മാ അൻതും ഇല്ലാ ബശറും മിസ്ലുന, നിങ്ങള് ഞങ്ങളെ പോലെയുള്ള സാധാരണ മനുഷ്യർ മാത്രമാണ്, കാരുണ്യവാനായ ദൈവം യാതൊന്നും അവതരിപ്പിച്ചിട്ടില്ല, നിങ്ങൾ കള്ളം പറയുകയാണ് എന്നാണ് അവര് പ്രതികരിക്കുകയുണ്ടായത്. അതായിരുന്നു അവരുടെ മറുപടി. അപ്പൊ ദൂതന്മാര് വല്ലാത്ത നിസ്സഹായ അവസ്ഥയിലാണല്ലോ ആ ഘട്ടത്തിൽ. നിഷേധിക്കപ്പെടുക എന്നതിനേക്കാൾ ഒരാളുടെ ശരിയായ മേൽവിലാസവും ഐഡന്റിറ്റിയും ഒക്കെ തന്നെ ശരിയായ സ്വത്വവും ഒക്കെ തന്നെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല സമൂഹം എന്നത് അത് വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയാണ്. ആ ഘട്ടത്തിൽ ദൂതന്മാർക്ക് പറയാൻ കഴിയുന്നത് ഏറ്റവും അബ്സല്യൂട്ടായ അവരുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും തർക്കരഹിതമായ ഒരു സത്യമാണ്. റബ്ബുന യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങളുടെ നാഥന് കൃത്യമായിട്ട് അറിയാം ഞങ്ങള് നിങ്ങളുടെ അടുക്കലേക്ക് നിയോഗിച്ച് അയക്കപ്പെട്ടിട്ടുള്ള ദൂതന്മാരാണ് എന്ന കാര്യം. ഇതാണ് അവർ പറയുന്നത്. കാരണം ഞങ്ങളെ നിയോഗിച്ച് അയച്ചിട്ടുള്ളത് അള്ളാഹുവാണ്, അള്ളാഹുവിന് നന്നായിട്ട് അറിയാം ഞങ്ങള് നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരാണ് എന്ന കാര്യം. ബാക്കി നമ്മളെ ഏൽപ്പിച്ച ചുമതല ഇത് മാത്രമേ ഉള്ളൂ. വമാ അലൈന ഇല്ലൽ ബലാഹുൽ മുബീൻ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഈ തെളിമയോടുകൂടി കാര്യങ്ങൾ നിങ്ങളെ എത്തിച്ചു തരിക, നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ കേട്ട് മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേട്ട് മനസ്സിലാക്കിക്കോളൂ. ഞങ്ങള് ദൂതന്മാരാണോ അല്ലേ എന്നത് നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ട് അതിന്റെ പുറകെ കൂടേണ്ടതില്ല. ഞങ്ങളെ നിയോഗിച്ചയച്ച റബ്ബിന് ഏതായാലും അറിയാം. ഇനി പറയുന്ന കാര്യം നിങ്ങൾക്ക് പ്രയോജനകരമാണോ അല്ലേ എന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ എന്നാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. വമാ അലൈന ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങളുടെ ചുമതല ഈ വ്യക്തമായ ഈ സന്ദേശം എത്തിച്ചു തരൽ മാത്രമാണ് എന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് നാട്ടുകാരുടെ പ്രതികരണം വരുന്നത്. നമ്മൾ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന 2 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് നാട്ടുകാരുടെ ഈ പ്രതികരണമാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്നാ തതയ്യർനാ ബിക്കും, ഞങ്ങള് നിങ്ങളെ ദുശകുനമായിട്ടാണ് കാണുന്നത്. ഇന്നാ തതയ്യർനാ ബിക്കും, ഈ അറബി ഭാഷയിലെ പ്രയോഗം വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ്. തതയ്യർന എന്നത് അടിസ്ഥാനപരമായി ത്വാഇർ എന്ന പദത്തിൽ നിന്ന് വരുന്നതാണ്. ത്വാഇർ എന്ന് പറഞ്ഞാൽ പക്ഷി എന്നാണ്. അപ്പോ നിങ്ങളെ ഞങ്ങൾ ഈ വളരെ പൗരാണികമായ സമൂഹങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്ന ഒരു ദൗർഭാഗ്യങ്ങൾ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പക്ഷിയെയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഈ പക്ഷിയെ കൊണ്ട് തത്തയെ കൊണ്ട് ചീട്ടെടുപ്പിച്ച് നമ്മുടെ ദൗർഭാഗ്യങ്ങൾ പറയിക്കുന്ന രീതികളൊക്കെ ഉണ്ടല്ലോ. ഏതോ വിധത്തില് പക്ഷികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത്തരം ചില അന്ധവിശ്വാസങ്ങള് പൂർവിക പൗരാണിക സമൂഹങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഒരു കണക്ഷൻ വെച്ചുകൊണ്ടാണ് ഈ പ്രയോഗം വരുന്നത്. ഈ ത്വാഇർ എന്നൊരു പ്രയോഗം, പക്ഷി ദുശകുനമാണ്, ദുശകുനം
പറയുന്ന പക്ഷി എന്നോ അല്ലെങ്കിൽ ദുശകുന സൂചന നൽകുന്ന പക്ഷി എന്നൊക്കെയുള്ള അർത്ഥത്തിലായിരിക്കണം അത് വന്നിട്ടുണ്ടാവുക. അപ്പൊ ഇന്ന് പക്ഷെ ഖുർആന്റെ പ്രയോഗം അനുസരിച്ച് അതിൽ പക്ഷിയൊന്നും പ്രത്യക്ഷത്തിലില്ല. ഭാഗ്യദോഷം അല്ലെങ്കിൽ ദുശകുനം എന്നൊക്കെ ഈ പദത്തിന്റെ ഈ പ്രയോഗത്തിൽ അടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അവര് പറയുന്നത്, നാട്ടുകാര് ഈ ദൂതന്മാരോടായിട്ട് പറയുന്ന കാര്യം ഇതാണ്: ഇന്നാ തതയ്യർനാബിക്കും, ഞങ്ങള് നിങ്ങളെ ദുശകുനമായിട്ടാണ് കാണുന്നത്. നിങ്ങള് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നു, പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു, ആളുകളോട് ഇടപഴകുന്നു എന്നതൊക്കെ തന്നെ ഒരു ദുശകുനമായിട്ടാണ്, ഒരു ശല്യമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങള് ഞങ്ങളോട് പ്രബോധനം ചെയ്യാൻ, ഞങ്ങളെ സന്മാർഗികളാക്കാൻ ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ ഫലത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ദുശകുനമാണ്. നിങ്ങളുടെ സാന്നിധ്യം തന്നെ, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പലതും ചെയ്തുകൊണ്ട് നിലക്കൊള്ളുന്നു എന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു ദുശകുനമായിട്ടാണ്, ഭാഗ്യദോഷം കൊണ്ടുവരുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, പ്രയാസങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്നാ തതയ്യർന ആബിക്കും, നിങ്ങളിൽ ഞങ്ങള് ഞങ്ങളുടെ ദുശകുനം കാണുന്നു. ഇതാണ് ഈ പ്രയോഗത്തിന്റെ ഭാഷാപരമായ സൂചന. ഇല്ലം തെന്തഹു, നിങ്ങൾ ഈ ഏർപ്പാട് മതിയാക്കി പോകുന്നില്ലെങ്കിൽ ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞു ഓടിക്കും, കല്ലെറിഞ്ഞു ഓടിക്കും. വലയ മസന്നക്കും മിന്ന അദാബുൻ അലീം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അദാബുൻ അലീം തന്നെ, വേദന ഉണ്ടാക്കുന്ന ശിക്ഷ തന്നെ ഏൽക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾക്ക് മര്യാദക്ക് ഇവിടുന്ന് ഈ ഏർപ്പാട് മതിയാക്കി പോവുകയാണ് നല്ലത്. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യമായിട്ട് കാണുന്നില്ല എന്ന് മാത്രമല്ല, അത് ഒരുപാട് ഷെറുണ്ടാക്കുന്ന, ഒരുപാട് ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ടാണ്, ഒരു ദുശകുനം തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തിരിഞ്ഞു കളിക്കാൻ നിൽക്കണ്ട, വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോളൂ. ഞങ്ങള് നിങ്ങളെ നല്ല പാഠം പഠിപ്പിക്കും ഇവിടെ തന്നെ നിങ്ങൾ തുടരുകയാണെങ്കിൽ എന്നാണ് നാട്ടുകാരുടെ പ്രതികരണം. അപ്പോ ഖാലു, അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്നാ തതയ്യർനാബിക്കും, ഞങ്ങൾ നിങ്ങളിൽ ദുശകുനം കാണുന്നു, ഞങ്ങൾക്ക് വലിയ ദ്രോഹവും അതുപോലെ ദോഷവും ഒക്കെ വരുത്തുന്ന ഒരു സാന്നിധ്യമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. ഇല്ലം തെന്തഹു, നിങ്ങളിത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ലനർജുമന്നക്കും, തീർച്ചയായിട്ടും ഞങ്ങള് നിങ്ങളെ എറിയുക തന്നെ ചെയ്യും, നിങ്ങളെ കല്ലെറിഞ്ഞ് ഓടിക്കും. ഞങ്ങൾ വലയ മസന്നക്കും, നിങ്ങളെ സ്പർശിക്കുകയും ചെയ്യും. മിന്ന, നമ്മുടെ പക്കൽ നിന്ന് അദാബുൻ അലീം, നല്ല വേദനയുള്ള, കഠിനമായ വേദന തരുന്ന ശിക്ഷ നിങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അനുഭവിക്കേണ്ടി വരും. ഇതാണ് നാട്ടുകാര് ഈ 3 ദൂതന്മാർക്ക് നൽകുന്ന താക്കീത്. ദൂതന്മാര് വന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ജനങ്ങളോടുള്ള വലിയ ഗുണകാംക്ഷയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം നടപ്പിലാക്കുക എന്ന നിലക്കാണ്. എന്നാൽ അതിനെ അവരുടെ ഗുണകാംക്ഷയെയോ അവരുടെ സതുദ്ദേശത്തെയോ അവർക്ക് ആ വിഷയത്തിലുള്ള ആത്മാർത്ഥതയോ ഒന്നും കാണാൻ കഴിയുന്ന വിധത്തിലായിരുന്നില്ല നാട്ടുകാരുടെ പ്രതികരണം. അവര് പറയുന്നത്, നിങ്ങൾ വന്നത് തന്നെ ഞങ്ങൾക്ക് ഇടങ്ങേറാണ്, അത് ദുശകുനമാണ്, ഞങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരു സംഗതിയാണ്, ഞങ്ങളിവിടെ സമാധാനത്തിൽ എങ്ങനെ കഴിഞ്ഞുകൂടുകയായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നിട്ട് ഫിത്ന ഉണ്ടാക്കുന്നത് എന്നതാണ് അവരുടെ ചോദ്യം. ഒരു പഴയ കാവ്യ വചനത്തിലെ പോലെ തമസ്സല്ലോ സുഖപ്രദം എന്ന വിധത്തില്, ഇരുട്ടാണ് സുഖം, മാർഗദർശനം ഇല്ലാതെ അന്ധകാരത്തിൽ കഴിയലാണ് സുഖപ്രദം എന്ന് കരുതിയിരുന്ന ഒരു സമൂഹം. ഈ ആളുകളുടെ അവസ്ഥ അതാണ്. അവർക്ക് ഹക്ക് അറിയണം എന്നുള്ള, ഹക്കിനോടുള്ള ആഭിമുഖ്യമൊന്നുമില്ല, ഹക്ക് അറിയണം എന്നുള്ള താല്പര്യവുമില്ല. അവരങ്ങനെ അവരുടെ സുഖകരമായ ഒരു ഇരുട്ടിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, അറിവില്ലായ്കയുടെ ഒരു സുഖം, ആ സുഖം അനുഭവിച്ചുകൊണ്ട് അങ്ങനെ പോവുകയായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നതാണ് ഞങ്ങൾക്ക് വലിയ ശല്യമായിരിക്കുന്നത്, അതാണ് വലിയ ശകുനപ്പിഴ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങള് നിങ്ങളെ ഇവിടുന്ന് കൈകാര്യം ചെയ്ത് ഓടിക്കും, കല്ലെറിഞ്ഞ് ഓടിക്കും, നിങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ. അത് കൂടാത്ത പല ശിക്ഷയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും.
നിങ്ങളെ സ്പർശിക്കാനിരിക്കുന്നത് പല വിധത്തിലുള്ള ശിക്ഷകളുമാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പല വിധത്തിലുള്ള വേദന ഉണ്ടാക്കുന്ന ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ഇതാണ് നാട്ടുകാര് താക്കീതായിട്ട് പറയുന്നത്. അപ്പൊ ഇതിനോട് ദൂതന്മാര് പ്രതികരണമായിട്ട് നൽകുന്ന കാര്യം ഇതാണ്. ഖാലു, ദൂതന്മാര് മറുപടി പറഞ്ഞു, ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ദുശകുനം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളോടൊപ്പം തന്നെയാണുള്ളത്. നിങ്ങളായിട്ട് കൊണ്ടുവന്നൊന്നുമല്ല. നിങ്ങളുടെ ഭാഗ്യദോഷം, നിങ്ങളുടെ ദുശകുനം, നിങ്ങളുടെ ദുരിതം, ഇതൊന്നും ഞങ്ങൾ കൊണ്ടുവന്നതല്ല, ഞങ്ങൾ വന്നത് കൊണ്ടുണ്ടായതുമല്ല. അതൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതാണ്. ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ഈ ദുശകുനം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം തന്നെ ഉള്ളതാണ്. അയിൻ ദുഃഖിർത്തും, ഞങ്ങള് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു എന്നതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടി, നിങ്ങൾക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടി, നിങ്ങളെ ദിശാബോധമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി നിങ്ങളോട് കാര്യങ്ങൾ പറയുന്നു എന്നതിനാലാണോ നിങ്ങളിപ്പോ ഈ ഒരു ദ്രോഹകരമായ നിലപാട് സ്വീകരിക്കുന്നതും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതും? ഇതാണ് ഈ ദൂതന്മാര് ചോദിക്കുന്ന കാര്യം. ആ ഇൻ ദുഃഖിർത്തും എന്നുള്ളത് ഒരു ഭാഗികമായ വാചകാണ്, അത് പൂർണ്ണല്ല. അത് ഈ സന്ദർഭത്തിൽ നിന്ന് അതിന്റെ ബാക്കി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഇവിടെ ഉള്ള വാക്കുകളുടെ അർത്ഥം ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിച്ചു എന്നതിന്റെ പേരിലാണോ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പൂർണ്ണ രൂപം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങള് നിങ്ങളെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിലാണോ നിങ്ങളിപ്പോ ഞങ്ങളോട് ഈ ദ്രോഹമൊക്കെ ചെയ്യാൻ മുതിരുന്നത് എന്ന ബാക്കി കാര്യങ്ങൾ കൂടി അതിനോട് ചേർത്ത് മനസ്സിലാക്കുമ്പോഴാണ് വാചകം അതിന്റെ പൂർണ്ണമായ ആശയം നമുക്ക് നൽകുക. അതിന് ദുഃഖീർത്തും ഒരു ചോദ്യമാണ്. ഞങ്ങള് അങ്ങനെയാണല്ലോ, സംഭാഷണങ്ങൾ എല്ലായ്പ്പോഴും തന്നെ പൂർണ്ണവാചകത്തിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ സന്ദർഭത്തില് ആ സന്ദർഭത്തിന്റെ പ്രത്യേകതയിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുന്ന വിധത്തിലാവും ഉണ്ടാവുക. അപ്പൊ മുഴുവനായിട്ട് നമ്മൾ പറയില്ല. അപ്പോ സംസാരം നടക്കുമ്പോ അങ്ങനെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം നടക്കുമ്പോ ചോദിച്ച ആളുടെ ചോദ്യത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ ഉത്തരത്തിന്റെ ഒരു ഭാഗം മാത്രം നൽകുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോ ആ ഭാഗം കൊടുത്താല് ചോദ്യത്തിലെ ഭാഗം കൂടി അതിനോട് ചേർത്ത് കഴിഞ്ഞാൽ ആശയം വ്യക്തമായിട്ടുണ്ടാവും. അങ്ങനെയാണ് എപ്പോഴും സംസാരവും സംഭാഷണങ്ങളും ഒക്കെ നടക്കുക. അപ്പൊ ഇവിടെ ഇവർ തിരിച്ചു ചോദിക്കുന്നത് അയിൻ ദുഃഖീർത്തും, ഞങ്ങള് നിങ്ങൾക്ക് ഉത്ബോധനം ചെയ്തതിന്റെ പേരിലാണോ എന്ത് നിങ്ങളിപ്പോ ഈ ദ്രോഹ നടപടികളൊക്കെ സ്വീകരിക്കാൻ മുതിരുന്നത് എന്നുകൂടി അതിനോട് ചേർത്ത് വായിച്ചാൽ വ്യക്തമാവും. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം പറയാം. ബൽ എന്താണ്? അൻതും മുസ്രിഫൂൻ, അൻതും ഖൗമും മുസ്രിഫൂൻ, നിങ്ങൾ വല്ലാതെ അതിര് കടന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കൂട്ടരാണ്. ഇതാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾ വല്ലാത്ത അതിർ എന്താ പറയാ, നിയന്ത്രണം ഇല്ലാത്ത അല്ലെങ്കിൽ അതിക്രമം ചെയ്യുന്ന, അതിരും പരിധിയൊക്കെ വിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഖൗമാണ് നിങ്ങൾ. അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, യഥാർത്ഥത്തില് നിങ്ങളിപ്പോ കാണിക്കുന്ന ഈ എതിർപ്പും അതുപോലെ തന്നെ ശത്രുതയൊന്നും ഞങ്ങളോട് കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾ നിങ്ങളോടുള്ള ഗുണകാംക്ഷയിലാണ് കാര്യങ്ങൾ വന്ന് പറയുന്നത്. നിങ്ങളുടെ നന്മക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ ദ്രോഹം കാണിക്കുകയാണ്, കല്ലെറിയും, നാട്ടിൽ നിന്ന് എറിഞ്ഞു ഓടിക്കും, അതുപോലെ വേറെ ഉപദ്രവങ്ങളൊക്കെ ചെയ്യും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അത് നിങ്ങളുടെ ഒരു അതിര് വിട്ടുകൊണ്ടുള്ള, നിങ്ങളുടെ അക്രമപരമായിട്ടുള്ള ഒരു പെരുമാറ്റവും നിലപാടുമാണ്. ഇതാണ് സത്യം. ഞങ്ങള് നിങ്ങളോട് പറഞ്ഞതിൽ എന്തെങ്കിലും പോരായികയോ പന്തികേടോ പ്രശ്നമുണ്ട് എന്നതുകൊണ്ടല്ല. ഞങ്ങൾ നിങ്ങളുടെ ഗുണം മാത്രമേ കാംക്ഷിക്കുന്നുള്ളൂ, ഗുണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ദ്രോഹകരമായി മാറുന്ന യാതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങളെ എറിഞ്ഞു ഓടിക്കും, ഇത് അവസാനിപ്പിച്ചേ പറ്റൂ,
വേറെയും പല ശിക്ഷകളും ഞങ്ങളെ മേലെ ഏൽപ്പിക്കും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അക്രമത്തിന്റെ വഴിയിലേക്ക് നീങ്ങുകയാണ്. ഒരു കാരണവുമില്ലാതെ, ഒരു ന്യായവും ഇല്ലാതെ, ഒരു നീതീകരണവും ഇല്ലാത്ത വിധത്തില് നിങ്ങൾ അതിക്രമികളായി മാറുകയാണ് എന്നതാണ് സത്യം. ഇതാണ് ദൂതന്മാർ അവരോട് പ്രതികരണമായിട്ട് പറയുന്ന കാര്യം. അപ്പൊ ഇവിടെ ഒരു ചെറിയ സംഭാഷണ ശകലമാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. 18-19 ആയത്തുകളില് ഈ 3 ദൂതന്മാരും ആ നാട്ടുകാരും തമ്മിൽ നടന്നിട്ടുള്ള ഒരു സംഭാഷണമാണുള്ളത്. അതും ഭാഗികമായിട്ട് മാത്രമാണ് ഈ 2 ആയത്തുകളിൽ ഉള്ളത്. ഇതില് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന 2-3 വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധ പതിയേണ്ടതുള്ളത്. ഒന്ന്, ഈ ദുർലക്ഷണം കാണുക എന്നൊരു പരിപാടി. വളരെ പൗരാണികമായ സമൂഹങ്ങളിലൊക്കെ തന്നെ, ഇപ്പോഴും നമ്മുടെ നാട്ടില് ഒക്കെ തന്നെ ഇങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു രീതിയുണ്ട്. മറ്റുള്ളവരിൽ നമ്മുടെ ഭാഗ്യദോഷത്തിനോ നമ്മുടെ ദുരിതത്തിനോ നമ്മുടെ ദൗർഭാഗ്യത്തിനോ ഒക്കെ കാരണം മറ്റുള്ളവരിൽ കണ്ടെത്തുക എന്ന്. പലപ്പോഴും അത് വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഊഹങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയായിരിക്കും. ഇവിടെ ഈ നാട്ടിലെ ആളുകൾ ഇപ്പോ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങളിപ്പോ വന്ന് ഞങ്ങളുടെ ദേവതകളെയും ദേവന്മാരെയും ഒക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള സംസാരം നടത്തുന്നതുണ്ടല്ലോ, അത് ഞങ്ങളുടെ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ പ്രളയം ഉണ്ടാവും, ഇടിമിന്നൽ ഉണ്ടാവും, അതുപോലെ മേഘഗർജനം ഉണ്ടാവും, ഭൂമികുലുക്കം ഉണ്ടാവും, അതുപോലെയുള്ള പല ദുരന്തങ്ങളും ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഈ ദേവിമാര് അല്ലെങ്കിൽ ദേവതകള് ഈ ദേവന്മാരും ഒക്കെ കോപിച്ചതാണ് കാരണം. അവര് കോപിക്കാൻ കാരണം നിങ്ങളുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് നിങ്ങളെയാണ് ഞങ്ങള് ഈ ദുർലക്ഷണമായിട്ട് അല്ലെങ്കിൽ ഈ ഭാഗ്യദോഷം വരുത്തുന്ന ദുശകുനമായിട്ട് കാണുന്നത് എന്നാണ് നാട്ടുകാര് ദൂതന്മാരോട് പറയുന്നത്. അപ്പൊ ദൂതന്മാര് യഥാർത്ഥത്തില് അവരെ ചില കാര്യങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അവരൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവര് തിരിച്ചു ചോദിക്കുന്നത്, ഞങ്ങളിങ്ങനെ ദുഃഖീർത്തും ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിച്ചു എന്നതിന്റെ പേരിലാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഖൗമും മുസ്രിഫൂനാണ് എന്നതാണ്. നിങ്ങൾ അതിക്രമകാരികളായ, വ്യവസ്ഥയും ചിട്ടയും ഒക്കെ ലംഘിച്ചുകൊണ്ട് അക്രമത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്ന ഒരു സമൂഹമാണ് എന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത് എന്നതാണ് ഇവിടെ പറയുന്ന കാര്യം. അപ്പൊ ഈ 2 ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ഈ ദുശകുന സംബന്ധമായ സംഗതി ഞാൻ സൂചിപ്പിച്ചു. പൗരാണിക കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതുപോലെ നമ്മുടെ കാലഘട്ടത്തിൽ വരെയും നിലനിൽക്കുന്ന ചില അടിസ്ഥാനരഹിതമായ അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണിത്. അപ്പോ ഇവർ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അവരുടെ ഊഹങ്ങളെ ആശ്രയിച്ചുകൊണ്ടുള്ള, ദേവതമാര് കോപിച്ചിരിക്കുന്നു, ദേവന്മാര് കോപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോ പ്രകൃതി ദുരന്തങ്ങൾ വരുന്നുണ്ട്, രോഗങ്ങൾ വ്യാപിക്കുന്നുണ്ട്, ഇതിനൊക്കെ കാരണം നിങ്ങളുടെ സാന്നിധ്യമാണ്, ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ കോപമുണ്ടായതാണ് അതിന് കാരണം എന്നൊക്കെയുള്ള നിലക്കാണ് ഈ ആളുകള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഏതോ പൗരാണിക കാലത്ത് ഒരു സമൂഹം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാരോട് പറഞ്ഞ കാര്യമാണല്ലോ. എന്നാൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. അതിന്റെ മുമ്പ് സമൂഹങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന മക്കയിലെ ആളുകള് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്. അതിനു മുമ്പും അതിന് ശേഷവും ഒക്കെ ഇതേ ആരോപണം ദൂതന്മാരുടെയും ദൈവിക മാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയും നേരെ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങള് സമൂഹം ഉന്നയിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജനങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതികരിച്ചുകൊണ്ട് ഇതേ കാര്യം പറഞ്ഞ സംഗതി സൂറത്തുൻ നിസായിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു ഉദ്ധരിക്കുന്നുണ്ട്. വൈൻ തുസിബുഹും സയ്യിഅത്തുൻ യഖൂലു ഹാദിഹി മിൻ ഇൻദിക്. അവരുടെ രീതി ഇതായിരുന്നു. അവർക്ക് വല്ല ദോഷവും വന്നാൽ, വല്ല സയ്യിഅത്തും ബാധിച്ചാൽ അവര് പറയും, മുഹമ്മദ് അത് നിന്നെ കൊണ്ടുണ്ടായതാണ് കേട്ടോ എന്ന്.
ഹാദിഹി മിൻ ഇൻദിക്, നീ കാരണമായിട്ട്, നിന്റെ ഈ നെറികെട്ട പ്രവർത്തനങ്ങൾ കാരണമായിട്ട്, നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ കാരണമായിട്ടുണ്ടായ ദൈവകോപമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരുന്നു മക്കയിലെ ഇസ്ലാമിന്റെ വിരോധികളായി നിലകൊണ്ട സത്യനിഷേധികളായ ഈ ബഹുദൈവാരാധകരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഈ പൗരാണിക കാലത്ത് സൂറത്ത് യാസീനിലെ ഈ പരാമർശിക്കപ്പെട്ട ഖറിയയിലെ ആളുകൾ മാത്രം പറഞ്ഞ ഒരു സംഗതിയല്ല. സമകാലികരായ മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകളും ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന് സമൂദ് സമൂഹം എന്ന് പറഞ്ഞ സാലിഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം സാലിഹ് അലൈഹിസ്സലാമിനോട് ഇതേപോലെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞത് അത്തയ്യർന ബിക വബിമൻ മഅക് എന്നാണ്. ഞങ്ങള് നിന്നിലും നിന്റെ കൂടെയുള്ളവരിലുമാണ് ദുശകുനം കാണുന്നത് എന്നാണ് അവര് പറഞ്ഞത്. തായിറത്ത് നിങ്ങളുടെ കൂടെ, നിങ്ങൾ വന്നതാണ്, നിങ്ങൾ ഇവിടെ നിൽക്കുന്നതാണ്, നിങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതാണ് ഇപ്പോൾ ഉള്ള എല്ലാ ഭാഗ്യദോഷത്തിനും കാരണം എന്ന നിലക്ക് സമൂദ് സമൂഹം സാലിഹ് അലൈഹി ഇസ്ലാമിനോട് പറയുകയുണ്ടായി എന്നത് ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അത് സൂറത്തുൽ നംലിലെ 47-ാമത്തെ ആയത്തില് ഈ കാര്യം കാണാവുന്നതാണ്. ഇതേപോലെ ഫിറൗനും കൂട്ടരും മൂസ അലൈഹി ഇസ്ലാമിനോടും ഹാറൂൻ അലൈഹി ഇസ്ലാമിനോടും ഒക്കെ പറഞ്ഞിരുന്നതും ഇതുപോലെ ഒരു കാര്യമാണ്. സൂറത്തുൽ ആറാഫിലെ 131-ാമത്തെ ആയത്തിൽ ഇക്കാര്യം അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. ഫൈദാ ജാഅത്തുഹുമുൽ ഹസനതു, അവർക്ക് വല്ല നന്മയും വന്നാൽ ഖാലു, അവര് പറയും ലനാ ഹാദിഹി, ഇത് ഞങ്ങളെ കൊണ്ടുള്ളതാണ്, ഇത് ഞങ്ങൾക്കുള്ളതാണ് എന്നൊക്കെയാണ് അവര് പറയാ. വൈൻ തുസിബുഹും സയ്യിഅത്തുൻ, ഇനി അവർക്ക് വല്ല സയ്യിഅത്തും വല്ല ദോഷവും സംഭവിച്ചാലോ യത്തയ്യറു ബി മൂസ വമൻ മഅഹു, മൂസായുടെയും മൂസായോടൊപ്പമുള്ളവരുടെയും പേരിൽ അവരുടെ അവലക്ഷണമായിട്ട്, ദുർലക്ഷണമായിട്ട്, അവരുടെ ദുശകുനമായിട്ട് അവര് അത് പറയുകയും ചെയ്യും. നാട്ടിൽ പ്രളയം ഉണ്ടായാൽ, അല്ലെങ്കിൽ വരൾച്ച ഉണ്ടായാൽ, ക്ഷാമം ഉണ്ടായാൽ അത് മൂസ കാരണമായിട്ടാണ്, മൂസായുടെയും കൂടെയുള്ള ആളുകളുടെയും ദുശകുനം കാരണമായിട്ടുണ്ടായതാണ് എന്നാണ് ഫിറൗനും കൂട്ടരും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കാര്യം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ സത്യം ഇത് സംബന്ധമായിട്ടുള്ളത് എന്താണ് അതും ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കലും തന്നെ മറ്റൊരാളുടെ പ്രവർത്തനം കാരണമായിട്ടോ നിലപാട് കാരണമായിട്ടോ അല്ല നിങ്ങളുടെ ദുശകുനം സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ദൗർഭാഗ്യം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരുന്നത്, അത് മറ്റുള്ളവരുടെ മേലെ വെച്ച് കെട്ടേണ്ടതില്ല. ഖുർആൻ പറയുകയാണ് സൂറത്തുൽ ഇസ്രായില് 13-ാമത്തെ ആയത്തില്, വകുല്ലു ഇൻസാനിൻ അൽജംനാഹു ത്വാഇറഹു ഫീ ഉനുഖി, എല്ലാ മനുഷ്യന്റെയും കാര്യത്തില് അവന്റെ ശകുനം നാം അവന്റെ പിരടിയിൽ തന്നെ, അവന്റെ കഴുത്തിൽ തന്നെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ ശകുനം. അത് ഗുണമായാലും ദോഷമായാലും നിങ്ങളുടെ ഭാഗധേയം അത് നിങ്ങളുടേത് മാത്രമാണ്. അതിൽ വേറൊരാൾക്കും പങ്കില്ല. അത് നിങ്ങളുടെ ജീവിതവുമായി മാത്രം ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഓരോരുത്തരുടെയും ഭാഗധേയം യഥാർത്ഥത്തില് അവന്റെ തന്നെ പിരടിയിൽ നാം കെട്ടിവെച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് കൊണ്ട് നാട്ടുകാർ മുടിഞ്ഞുപോയി എന്നാരും കരുതണ്ട. അങ്ങനെ പറയുന്നതിന് അർത്ഥമല്ല. നിങ്ങൾക്ക് വല്ല ദുരിതം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളുടേത് തന്നെയാണ്, നിങ്ങളുടെ നിലപാടും നിങ്ങളുടെ പ്രവർത്തനം ഒക്കെ തന്നെയാണ്. ഇതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഇവിടെ പ്രവാചകന്മാരോട് ഓരോ നാട്ടിലെയും ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആക്ഷേപം തന്നെ അവരുടെ സാന്നിധ്യം കാരണമായി, അവരുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഒക്കെ കാരണമായി നാട്ടില് ദുരിതം ഉണ്ടായി, അല്ലെങ്കിൽ പ്രയാസം ഉണ്ടായി എന്നൊക്കെയാണ്. അപ്പോ അള്ളാഹു അതിന് നൽകുന്ന മറുപടി അങ്ങനെയില്ല. ഓരോരുത്തരുടെയും ഭാഗതയും നാം അവരുടെ തന്നെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് വെച്ചിരിക്കുന്നത്. അവരുടെ തന്നെ പിരടിയിൽ കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ കണ്ടത്തില് അല്ലെങ്കിൽ കഴുത്തില് കെട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അവരുടെ പ്രവർത്തനങ്ങൾ, നിലപാടുകൾ, അവരുടെ കണക്കുകൂട്ടലുകൾ, അവരുടെ ആസൂത്രണം
ഇതിന്റെയൊക്കെ മികവും അതുപോലെ തന്നെ പോരായികയും ഒക്കെ കാരണമായിട്ട് സംഭവിക്കുന്നതാണ് അവരുടെ ജീവിതത്തിലെ ഭാഗ്യ ദൗർഭാഗ്യങ്ങൾ. അത് മറ്റൊരാളുടെ നിലപാടോ പ്രവർത്തനമോ കാരണമായിട്ടാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഇതാണ് സൂറത്തുൽ ഇസ്രാ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്ന കാര്യം. അപ്പോ നിങ്ങള് നന്മയിൽ നിന്ന് ഒളിച്ചോടാന്, സന്മാർഗത്തിൽ നിന്ന് ഒളിച്ചോടാന് ഒക്കെ കാരണം യഥാർത്ഥത്തിൽ നിങ്ങൾ വഴികേട് ഇഷ്ടപ്പെടുന്നു എന്നതാണ്. തെളിവിന്റെ, യുക്തിയുടെ ശരിയായ മാനദണ്ഡങ്ങളെ പരിശോധിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്ന രണ്ട് വഴികളുണ്ടല്ലോ, ഒന്ന് ശരിയുടെ വഴിയും മറ്റേത് തെറ്റിന്റെ വഴിയും. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കണം എന്നൊരു താല്പര്യം നിങ്ങളിൽ ഉണ്ടായിട്ടേ ഇല്ല. നിങ്ങൾ അന്ധമായിട്ട് നിങ്ങളുടെ പൂർവികര് പിന്തുടർന്നു വരുന്ന ആ വഴിയിലൂടെ തന്നെ നീങ്ങുകയാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നത് പരിശോധിക്കാൻ നിങ്ങൾ ഒരുക്കമല്ല എന്നതാണ് നിങ്ങളുടെ നിലപാടിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ അന്ധവിശ്വാസവും മൂഢവിചാരങ്ങളും അതുപോലെയുള്ള സംഗതികളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് പലതും നിങ്ങൾ പൂർവികരിൽ നിന്ന് ഏറ്റുവാങ്ങിയതാണ്. പക്ഷെ അത് വല്ല അടിസ്ഥാനമുണ്ടോ? അതിന് വല്ല മാനദണ്ഡവും ഉണ്ടോ? അത് ശരിയാണോ, യുക്തിപരമാണോ? ഇതൊന്നും നോക്കാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും അത് വേഗം ദൂതന്മാരുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അവരുടെ സാന്നിധ്യം കാരണമായിട്ടാണ് അതുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. അപ്പോ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിധത്തില് പ്രതികരിച്ചുകൊണ്ടിരുന്ന ആളുകളെ പൂർവിക സമൂഹത്തിൽപ്പെട്ട ഒരു കൂട്ടരുടെ ഒരു ചരിത്രാനുഭവം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവര് എത്ര വലിയ അബദ്ധമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് ബോധ്യപ്പെടുത്തുകയാണ് ഈ ചരിത്ര സംഭവം വിവരിച്ചുകൊണ്ട് അള്ളാഹു ചെയ്യുന്നത് എന്നത് കാണാൻ സാധിക്കും. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.